നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മൾ 7 കൊല്ലങ്ങൾ പൂർത്തിയാക്കുകയാണ്. നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയായിരുന്നു. പ്രിയപ്പെട്ട ഇത് കണ്ടുപിടിക്കുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് ഇത് കണ്ടുപിടിക്കുന്ന എല്ലാ പ്രേക്ഷകരും നമ്മൾ ഒന്നിച്ച് ഒരു കുടുംബം പോലെ കഴിഞ്ഞുപോയ 7 കൊല്ലങ്ങളാണ് കടന്നുപോയത്. ഈ 7 കൊല്ലങ്ങൾ നമുക്ക് നൽകുന്ന ഊർജ്ജം ചില്ലറയല്ല. വരുന്ന കൊല്ലങ്ങളിലും നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യും. അതുപോലെ നമുക്ക് ഇന്ന് ചില പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ഒരു വാർത്താ ചാനൽ സംപ്രേഷണത്തിനപ്പുറം എങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്കൊത്ത് ഉയരാം എന്ന ഒരു മാതൃകയാക്കി പ്രവർത്തനം തുടരും അടുത്ത കൊല്ലങ്ങളിലും. അപ്പോൾ നമ്മൾ ഇന്ന് ശരിക്കും നാളെയാണ് ഇതിൻ്റെ പിറന്നാൾ ദിനം. നിങ്ങൾക്കറിയുന്ന പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട്, പിന്നെ ഒരു പ്രധാനപ്പെട്ട കേസിൻ്റെ വിധി, ഇതൊക്കെ കൊണ്ട് തന്നെ കൂടുതലും വാർത്താ മണിക്കൂറുകൾ ആ വഴിക്ക് വഴിതിരിഞ്ഞു പോകും എന്നതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ പിറന്നാൾ ഒരു സൂചന പോലെ നമ്മൾ ഈ പിറന്നാൾ ആഘോഷിക്കും. അതേസമയം ജനുവരിയിൽ നമ്മൾ കാര്യമായിട്ട് ആഘോഷിക്കും. 1 കൊല്ലം നീണ്ടുപോകുന്ന ആഘോഷ പരിപാടികൾക്കാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത്. നേരറിവിൻ്റെ 7 കൊല്ലമാണ് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. നിങ്ങൾ വീടുകളിലും ഇത്തിരി പഞ്ചസാരയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് ഈ മധുരം നുകരണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അടുക്കളയിൽ നിൽക്കുന്ന വീട്ടമ്മമാരും സഹോദരിമാരും ഒക്കെ തന്നെ ഈ നമ്മുടെ കേക്ക് മുറിക്കാൻ പോകുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മധുരത്തിൽ തൊട്ട് ഈ സന്തോഷം എന്ന്. അപ്പോൾ നമ്മുടെ വനിതാരത്നങ്ങൾ നമ്മുടെ ഉഷ നായരുടെ നേതൃത്വത്തിൽ കേക്ക് മുറിക്കാൻ പോവുകയാണ്. നമ്മുടെ വാർത്താമുറിയിലെ പെൺസിംഹങ്ങൾ അല്ലെ, സിംഹികൾ എന്നല്ലേ പറയുന്നത് നമ്മൾ, സിംഹികളാണ് ഇവരൊക്കെ തന്നെ. ഞങ്ങൾ പുരുഷാലയങ്ങൾ ഇങ്ങോട്ട് മറന്നു. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അനുമതിയോടെ നമ്മൾ ഈ കേക്ക് മുറിക്കുന്നു. അപ്പോൾ നിങ്ങളെ വീട്ടിൽ നിന്നൊന്ന് കൈയടിച്ചോളൂ ഈ നല്ല മുഹൂർത്തത്തിൽ. അപ്പം കട്ട് ചെയ്യാനുള്ള ആയുധം ആരാ കൊടുക്കുക? വിജയകുമാർ ആയിരിക്കും. വിജയകുമാരെ. ഓക്കെ. അതെ, നിങ്ങൾ വനിതകൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും വനിതകളാണ്. നിങ്ങൾ ഫ്രണ്ടിലോട്ട് വരുമോ? വേങ്ങരക്കാരിയൊക്കെ മുന്നോട്ട് കയറി നിൽക്കൂ. വേങ്ങരക്കാരി കൂടെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ? ആ കൈ പോരുത്, കുറച്ച് കൈകൾ ചേർത്ത് പിടിക്കുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ വീട്ടിൽ നിന്ന് കൈയടിക്കുക. ഞങ്ങൾ വാർത്താ മുറിയിലിരുന്ന് കൈയടിക്കുക. വളരെ നമുക്ക് നിങ്ങൾ പകരുന്ന ശക്തി, നമ്മൾ ഒന്നിച്ചു പോകുന്ന ശക്തി. അപ്പം കൂട്ടായ്മയുടെ കരുത്താണ് 24 എന്ന് പറയുന്നത്. നമ്മുടെ വിഭാഗ വാർഷികമാണ്. കുഴപ്പമില്ല, കല്യാണം കഴിച്ചാണല്ലോ എന്തായാലും. ഓക്കെ, വിജയന് കൊടുക്കും. വിജയൻ കൊതിച്ചോണ്ട് ചെയ്യാം. നന്നായിരിക്കട്ടെ വിജയൻ. ഈ ഒരു അപകടം പ്രതീക്ഷിച്ചില്ല. ഹാപ്പി ആനിവേഴ്സറി. ഇനി 2 സിംഹികൾക്ക് കൊടുക്കും. പ്രതീകാത്മകമായിട്ട് ആഷ്മി കൊതിച്ച് നിൽക്കുന്നുണ്ട്. PP ജെയിംസും ഒക്കെ. ദിലീപ് കുമാർ വരും. ദിലീപ് കുമാർ എക്സിക്യൂട്ടീവ് എഡിറ്റർ 24 വാർത്താമുറിയിലെ നിറം സാന്നിധ്യം അല്ലേ, നിറ സാന്നിധ്യം ആണോ?